ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. God's name be glorified. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് കൂടുമ്പോൾ പല കാര്യങ്ങൾ സംബന്ധിച്ച് നമ്മുടെ മനസ്സിൽ പല ചിന്തകളുണ്ട്. Dear ones, when we gather together, there is many thoughts coming in our mind. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ ഒരു പ്രിയ സഹോദരിയുടെ പിതാവ് ലോകത്തിൽ നിന്ന് വേർവിട്ടു. Yeah, last week we lost sister's father, Sister Prava's father. മരണം അപ്രതീക്ഷിതമായിട്ട് പലതും സംഭവിക്കുന്നു. Death comes without any invitation. ഞാൻ കടന്നു വരുന്ന സ്ഥലത്ത് കഴിഞ്ഞ ആഴ്ച ഉണ്ടായത് എന്താന്ന് വെച്ചാൽ, ഒരു പുലർച്ചെ 2:30 ആയപ്പോൾ പെട്ടെന്ന് ഉരുൾപൊട്ടി വെള്ളം വന്ന് ഏകദേശം 350 പേര് ഉറക്കത്തിൽ തന്നെ മരിച്ചു. Yeah, the place in India where we are coming from, there was a landslide last week and around 300 people was died. They were sleeping in the night and it came and they all died. പുലർച്ചെ 2:30 3 മണിക്കോ അവരെല്ലാം നല്ല ഉറക്കത്തിലായിരുന്നു. So it's early morning 2 o'clock and they were all sleeping. മലവെള്ളം വന്നിട്ട് ആ വീടുകളെല്ലാം ഒലിച്ചു പോയപ്പോൾ പലരും തങ്ങൾ മരണത്തിലേക്കാണ് നീങ്ങുന്നതെന്ന് പോലും അറിയാതെ ആ നിലയിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ചുപോയി. Because of the landslide, many of the houses were destroyed and they all died. ഒരു നാട് തന്നെ ഫലത്തിലില്ലാതെയായി. That entire town got washed off. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഈ ലോകത്തിലാണെന്നുള്ളത് കൊണ്ട് നമ്മുടെ മനസ്സിൽ പല ചിന്തകളും പല ചോദ്യങ്ങളും വരും. When we hear all this and many doubts and will come in our mind since we are on this earth. നമ്മൾ ആരും ആ നിലയിൽ അലൗകികരായ ദിവ്യരായ മനുഷ്യരൊന്നുമല്ല. We are not that divine people. നമ്മൾ സാധാരണ മനുഷ്യരാണ്. We are normal people. നമ്മൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അപ്രതീക്ഷിതമായിട്ട് നമ്മളൊരു ആഘാതം ഏൽപ്പിച്ച് സംഭവിക്കുമ്പോൾ നമ്മൾ നടുങ്ങിപ്പോകും. When such surprises comes in our life, we'll get shocked. പലതരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരും. Many questions will come in our mind. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? Why did it happen like this? പല ചോദ്യങ്ങൾക്കും മറുപടിയില്ല. Many questions don't have an answer. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിലെ പലതരത്തിലുള്ള ഉത്കണ്ഠകളും ഭാരങ്ങളും പ്രയാസങ്ങളും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കടന്നു വരാം എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. So dear ones, as we live on this earth, we'll get many questions and many surprises like this. അത് നമ്മുടെ ഹൃദയത്തിൽ വരുന്നു എന്നുള്ളത് കൊണ്ട് അതിൽ തെറ്റൊന്നുമില്ല. So since the thoughts come in our mind, that is not wrong. നമ്മൾ മനുഷ്യരാണെന്നാണ് അത് കാണിക്കുന്നത്. It shows that we are all humans. നമ്മുടെ കർത്താവിന് നമ്മളെ മനസ്സിലാകും. Our Lord will understand us. നമ്മളെ ആ നിലയിൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അവിടുന്ന് മനുഷ്യനായിട്ട് ഈ ഭൂമിയിലെ പിറന്നതും ജീവിച്ചതും. Jesus came to this earth so that he can understand us better. കർത്താവിനോട് അന്ന് ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ചിലർ ചോദിച്ചത് നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ. We know that when there was a problem, once people asked Jesus, ഈ നിലയിലൊരു അത്യാഹിതമുണ്ടായി, ഇത്രയും പേര് മരിച്ചത് അവരുടെ കുറ്റം കൊണ്ടാണോ എന്നൊക്കെ ചോദിച്ചതും കർത്താവ് അതിന് പറഞ്ഞ മറുപടി. They asked Jesus that this incident happened because of the sin of the people, that so many people died. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, മരണം അല്ലെങ്കിൽ വേർപാട് അതുണ്ടാക്കുന്ന ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉയരുമ്പോൾ അത് കർത്താവിന് മനസ്സിലാകും. What I want to tell you is that when a death comes and this brings us question in our mind, that Jesus will understand that. എന്നാൽ ആ ചോദ്യങ്ങളുമായിട്ടും ദുഃഖിച്ചും സങ്കടപ്പെട്ടും അങ്ങ് ജീവിക്കാനാണോ നമ്മളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്? But are we supposed to live like that? കർത്താവ് തന്നെ പറഞ്ഞ ഒരു വാക്യം നമുക്ക് നോക്കാം. അത് മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൽ നിന്നാണ്. Let's look at a verse which Jesus told. It's from Matthew chapter 6. അവിടെ കർത്താവ് പറയുന്നു, ഇതൊക്കെ ശരിയാണ്, ചോദ്യങ്ങളൊക്കെ ഉണ്ടാകാം, പക്ഷേ നിങ്ങൾ വിചാരപ്പെടരുത്. Jesus says you will get such questions in your mind, but don't be anxious. നമ്മൾ അതിനെക്കുറിച്ച് വറി ചെയ്യരുത്. We should not be worried about it. അതിന്റെ 26-ന്റെ 25-ാമത്തെ വാക്യം നോക്കുക, വിചാരപ്പെടരുത്. Matthew chapter 6 verse 25, it says do not be worried. അതിന്റെ 31-ാം വാക്യം നോക്കുക, നിങ്ങൾ വിചാരപ്പെടരുത്. Verse 31 it says do not be worried. അതിന്റെ ഒടുവിലത്തെ വാക്യം, അതായത് 34-ാമത്തെ വാക്യം നോക്കുക, വിചാരപ്പെടരുത്. Verse 34 also says do not worry. അപ്പോ ചില ചിന്തകൾ വരാം, പക്ഷെ അത് ഒരു വറിയായിട്ടോ ഒരു ആങ്ഷ്യസ് ആയിട്ടുള്ള തോട്ടായിട്ടോ
നമ്മളെ ഭാരപ്പെടുത്തി നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകരുത്. There may be thoughts coming in our mind, but it should not make us worry or anxious and make us discouraged. നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ എന്താ വേണ്ടത്? What should we do when such thoughts comes in our mind? ഇന്ന് പാട്ട് പാടിയപ്പോഴൊക്കെ നമ്മൾ പല പാട്ടുകളിലും ആ കാര്യങ്ങൾ വന്നു. This came in many of our songs what we sang today. നമുക്ക് നമ്മുടെ കർത്താവുണ്ട്. We have our Lord. കർത്താവ് തന്ന വാഗ്ദാനങ്ങൾ ദൈവവചനത്തിലുണ്ട്. There are promises which the Lord has given us. ആ സ്റ്റാൻഡിങ് ഓൺ ദ പ്രോമിസസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ആ വാഗ്ദാനങ്ങളിൽ നമ്മൾ ബോധപൂർവം നമ്മുടെ ഹൃദയത്തെ കൊണ്ട് ഉറപ്പിക്കുകയാണ് ആ സമയത്ത് വേണ്ടത്. We have to stand on the promises which God has given us. ഇവിടെ തന്നെ നമ്മളിപ്പോ പറഞ്ഞ മത്തായി സുവിശേഷം 6-ാം അധ്യായത്തില് 3 ഇടത്ത് വിചാരപ്പെടരുത് 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 എന്ന് നമ്മൾ വായിച്ചല്ലോ. ആ വാക്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. In Matthew chapter 6 we read 3 times that do not be worried, do not worry and do not worry. Let's look at that verses. അതിന്റെ 34-ാമത്തെ വാക്യത്തില് വിചാരപ്പെടരുതെന്ന് പറയുന്നത് ആ കോണ്ടസ്റ്റ്, ആ സാഹചര്യം വായിച്ചാൽ നമ്മുടെ നാളെയെ ഓർത്ത് നമ്മൾ വിചാരപ്പെടരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. In verse 34 it says do not worry about tomorrow. It says about the future. നാളത്തെ ദിവസം, About tomorrow, don't worry about tomorrow. പലർക്കും നാളെ എങ്ങനെ കാര്യങ്ങൾ നടക്കും എന്നുള്ളതാണ് പലരുടെയും ചിന്ത. For many the thoughts come that what will happen tomorrow. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളാണേലും നാളെ പരീക്ഷ ഉണ്ട്, അയ്യോ അത് ഞാൻ എങ്ങനെ എഴുതും. Children who goes to school, they may be thinking tomorrow I have an exam, how will I write it? നാളെയെ ഓർത്ത് ഉള്ള ഭാരം, Worry about tomorrow. ഈ ജോലി ഇപ്പോഴുണ്ട്, പക്ഷെ നാളെ ഇത് നഷ്ടമാകുമോ? I have a job today but I don't know whether I'll lose it tomorrow. ഇന്ന് എനിക്ക് ആരോഗ്യമുണ്ട്, നാളെ ഞാൻ ഇന്ന ആളെ പോലെ ബെഡ് റിഡനായി പോകുമോ, കിടപ്പിലായി പോകുമോ? Today I am healthy and I am okay. Tomorrow will I become like other person who is paralyzed or bedridden? ഇങ്ങനെയുള്ള നാളെയെക്കുറിച്ചുള്ള ഒത്തിരി ഉത്കണ്ഠകൾ നമ്മുടെ ഹൃദയത്തിൽ വരാം. So we may get thoughts about tomorrow, like worrying thoughts about tomorrow. ഞാൻ പറഞ്ഞു, കർത്താവ് നമ്മെ പോലെ ഈ ഭൂമിയിൽ വന്നതുകൊണ്ട് കർത്താവിന് ഇത് മനസ്സിലാവും. Since Jesus came to earth like us, he will understand this. അതുകൊണ്ട് 34-ാം വാക്യത്തിൽ വിചാരപ്പെടരുത് എന്ന് പറഞ്ഞേക്കുന്നത് നാളെക്കുറിച്ചുള്ള വിചാരപ്പെടൽ വേണ്ട എന്ന പ്രത്യേക അർത്ഥത്തിലാണ്. So verse 34 it says do not worry about tomorrow. It specifies about the worries about tomorrow. ആ വാക്യം നിങ്ങൾ വീട്ടിൽ പോയിട്ട് കൃത്യമായിട്ട് ആ പശ്ചാത്തലത്തിൽ ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ മനസ്സിലാകും കർത്താവ് നാളെ ചൊല്ലി വിചാരപ്പെടരുത് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. When you go home, read this verse in the context, then you will understand that it's about tomorrow. അപ്പോൾ അത് ഭാവി കാലത്തെ കുറിച്ചാണ്. ഭാവി കാലത്തെ It's about our future. ഇനി നമ്മൾ അതിന്റെ മുകളിൽ നമ്മൾ വായിച്ച 6:31 വായിച്ച വാക്യത്തിലേക്ക് വന്നാലോ? Let's read verse 31. അവിടെയും വിചാരപ്പെടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. There also it says do not worry. പക്ഷെ അത് വേറൊരു കോണ്ടസ്റ്റിലാണ്. That is in a different context there. അതെന്താണ്? What is that? 6:31 വായിച്ചാൽ നമുക്കത് മനസ്സിലാകും. Yeah, when we read verse 31 we will understand that. അവിടെ പറയുന്നു, ആകയാൽ എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് വിചാരിച്ച് എന്തുടുക്കും എന്ന് വിചാരപ്പെടരുത് എന്ന് പറയുമ്പോ അത് വർത്തമാനകാലത്തിൽ ഇന്നേ കുറിച്ചുള്ള വിചാരപ്പെടല. There it says what will we eat, what will we drink and what will we wear for clothing. ഇവിടെ it says about today. ഇവിടെയൊക്കെ ആ നിലയിലാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കേരളത്തിലെ ഞങ്ങളുടെ ഇന്ത്യ പോലൊക്കെയുള്ള ദരിദ്ര രാഷ്ട്രങ്ങളിൽ ഇത് പലപ്പോഴും ഒരു വസ്തുതയായിട്ട് വരാറുണ്ട്. I don't know how it is here, but in our country where India the people are poor, this will be a real question in their life. രാവിലെ വീട്ടിലെ കുടുംബനാഥ എഴുന്നേറ്റ അടുക്കളയിൽ പോയി നോക്കിയിട്ട് വന്നിട്ട് പറയുന്നു, അയ്യോ അരി തീർന്നു പോയി കേട്ടോ. In the morning the mother goes to the kitchen and says there is no more rice. ഇന്നിപ്പോ പിള്ളേർക്ക് എന്തോ കൊടുത്തയക്കും. What will we give to the children? എന്തോ കഴിക്കും നമ്മള്. What will we eat? ഇന്നലെ കുഞ്ഞുങ്ങളുടെ ഉടുപ്പും ഒക്കെ നമ്മൾ കഴുകിയിട്ടു, പക്ഷെ ഇത് ഉണങ്ങിയില്ല. ഇന്നിപ്പോ അവരെന്തോ എടുത്തോണ്ട് സ്കൂളിൽ പോകും. Yesterday we washed our clothes and it's not dried up, so what will they put for today? അപ്പൊ നമുക്ക് ഇന്നിനെ കുറിച്ച്, ഇന്നെന്ത് കഴിക്കും, ഇന്നെന്ത് കുടിക്കും, ഇന്നെന്ത് ഉടുക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ആകുല ചിന്ത വരാം. We can get a worrying thought about what will we eat, what will we drink, what will we clothe. പ്രിയപ്പെട്ടവരെ, അവിടെയും
കർത്താവ് 6:31 നമ്മളോട് പറയുന്നു, നിങ്ങൾ വിചാരപ്പെടണ്ട. There also Jesus says, do not worry. അപ്പൊ നമ്മൾ കണ്ടത് എന്തൊക്കെയാ? What did we see? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിൽ നാളെയെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച് ഒരു ഉത്കണ്ഠ ഉണ്ടെങ്കിൽ കർത്താവ് പറയുന്നു, വിചാരപ്പെടണ്ട. If you are anxious about the future, then Jesus says, do not worry. ഇന്നിനെ കുറിച്ച്, ഇന്നത്തെ കാര്യം എങ്ങനെയാകും, ഇന്നാണല്ലോ ആ പണം തിരികെ കൊടുക്കാമെന്ന് പറഞ്ഞത് എന്റെ കയ്യിലോട്ടില്ല താനും, ഇന്ന് അദ്ദേഹം വരുമ്പോ അദ്ദേഹത്തെ എങ്ങനെ അഭിമുഖീകരിക്കും, ഇങ്ങനെയൊക്കെയുള്ള ഇന്നിനെ കുറിച്ചുള്ള പേടിയാണോ കർത്താവ് പറയുന്നു വിചാരപ്പെടണ്ട? If you don't worry about today also, if you have to given back some money, then no, you don't have enough money, then also you're worried. So Jesus says, do not worry. അങ്ങനെ ഭാവിയെ ഉദ്ദേശിച്ചും വർത്തമാനകാലത്തെ ഉദ്ദേശിച്ചും രണ്ട് വിധത്തിലുള്ള വിചാരപ്പെടലിനോടും നോ എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. So we see that Jesus says no to the worry about the future and for today. ഇനി ഇതാ നമ്മൾ അതിന്റെ 25-ാമത്തെ വാക്യത്തിലേക്ക് വരുന്നു. Let's go to verse 25. അവിടെ നമ്മൾ കാണുന്നത് എന്താ? അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. Verse 25 it says, I say to you, do not worry about your life as to what you will eat or what you will drink, nor for your body as to what you will put on. അപ്പൊ നമ്മുടെ ജീവിതം മൊത്തത്തിൽ കണ്ടിട്ട് നമ്മുടെ ഡെസ്റ്റിനേഷൻ, നമ്മുടെ ഭാവി, ഈ കാര്യങ്ങൾ, നമ്മുടെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെയാകും എന്നുള്ളതിനെ കുറിച്ചുള്ള വിചാരപ്പെടലിനെയാണ് അവിടെ പറയുന്നത്. Here it says about the worry about what will happen to our life. അത് ഭാവിയെക്കുറിച്ച് ഉള്ള ഒരു ഉത്കണ്ഠ മാത്രമായിട്ട് നമ്മൾ കാണരുത്. It's not just about the worry about the future. ആത്യന്തികമായിട്ട് നമുക്കും നമ്മുടെ കുടുംബത്തിനും എന്ത് സംഭവിക്കും, നമ്മുടെ ഡെസ്റ്റിനേഷൻ എങ്ങനെയായി തീരും, എൻ്റെ വിധി എന്തായി തീരും എന്ന് പറഞ്ഞ് മൊത്തത്തിൽ ജീവിതത്തെക്കുറിച്ച് ആകുലപ്പെടുന്നതാണ്. What will happen to our life as a whole, or what will be our destiny, what will happen to our destiny. അപ്പൊ കണ്ടോ, നമ്മൾ സാധാരണ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന 3 തരത്തിലുള്ള ആകുലപ്പെടലിനെ കർത്താവ് ഇൻഡിവിജ്വലായിട്ട് എടുത്ത് ആ കാര്യത്തെ ചർച്ച ചെയ്യുക. Here the Lord is explaining the three areas where we can worry. ഞാൻ ഒന്നുകൂടെ പറയാം. 6-ന്റെ നമ്മള് 6-ാമത്തെ അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത് നമ്മുടെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെയാകും എന്നുള്ളതിനെ കുറിച്ചുള്ള ഉത്കണ്ഠയാണ്. Let me repeat it once from Matthew chapter 6 verse 25. We are saying how it will be about our life, our eternity. 6-ന്റെ 31 വിചാരപ്പെടണ്ടെന്ന് പറഞ്ഞത് ഇന്നിനെ കുറിച്ച്, ഇന്നത്തെ ദിവസത്തെ കുറിച്ച് വിചാരപ്പെടണ്ട, വർത്തമാനകാലത്തെ കുറിച്ചുള്ള വിചാരപ്പെടൽ വേണ്ട എന്നാണ് അവിടെ പറഞ്ഞത്. Verse 31 is saying about today. Do not be worried about today. 6-ന്റെ 34 പറഞ്ഞിരിക്കുന്നത് ഭാവിയെ കുറിച്ചുള്ള, നാളത്തെ കുറിച്ചുള്ള വിചാരപ്പെടൽ വേണ്ട എന്നാണ്. Verse 34 it says, do not worry about tomorrow or about the future. ഞാനിത് വായിക്കുമ്പോൾ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, കർത്താവിന് നമ്മളെ കുറിച്ചുള്ള താല്പര്യം എത്ര വലുതാണ്. When I read this, I used to think how much God loved us. നമ്മുടെ ജീവിതത്തില് വിചാരപ്പെടല് പല തലങ്ങളിൽ വരാം. ആ ഓരോ തലത്തെയും ഇൻഡിവിജ്വലായി എടുത്ത് വിശദീകരിച്ചിട്ട് പറയുന്നു, മോനെ മോളെ വിചാരപ്പെടണം. For us, worry can come in different levels, and Jesus has taken each of this level and saying, do not worry. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് വിചാരപ്പെടുന്നവരാണോ? Is anyone sitting here worried about many things? കർത്താവിൽ നിന്ന് തന്നെ ഈ കാര്യം കേൾക്കുക. Let's hear this from the Lord. നമുക്കറിയാമല്ലോ, മത്തായി 5, 6, 7 അധ്യായങ്ങള് കർത്താവ് തന്നെ പറഞ്ഞ വാക്കുകളാണ്, പർവ്വത പ്രസംഗമാണ്. We know Matthew chapter 5, 6, 7, Jesus already told it's a sermon on the mount. അപ്പോ കർത്താവ് തന്നെ നേരിട്ട് നമ്മളോട് പറയുന്നു എന്നുള്ള നിലയിൽ എടുക്കുക, വിചാരപ്പെടണ്ട. Jesus himself is saying these words to us, do not worry. അത് വർത്തമാനകാലത്തെ കുറിച്ചാണെങ്കിലും വേണ്ട, It's about the future, it's about the today. ഭാവിയെ കുറിച്ചാണെങ്കിലും വേണ്ട, It's about future also. ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യത്തെക്കുറിച്ചുള്ള മൊത്തത്തിലുള്ള വിചാരപ്പെടലാണെങ്കിലും അതും വേണ്ട. It's about our whole life. Don't worry. അത് വേണ്ട, വിചാരപ്പെടണ്ട എന്ന് പറഞ്ഞ ആള് വെറുതെ അങ്ങ് പറഞ്ഞതാണ്. Did Jesus simply said that do not worry? അല്ല പ്രിയപ്പെട്ടവരെ, നമ്മുടെ വർത്തമാനകാലത്തെയും ഭാവിയെയും ഭൂതകാലത്തെയും എല്ലാം പിടിച്ചിരിക്കുന്നവനായ കർത്താവ്, അതിനെ നിയന്ത്രിക്കുന്നവനായ കർത്താവാണ് നമ്മളോട് പറയുന്നത്,
നീ അതിനെക്കുറിച്ച് ഭാരപ്പെടണ്ട എന്ന്. The God who holds our future, He is saying to us, do not worry about it. ഇതൊരു വെറും വാക്കല്ല. This is not a symbol, this is not just a word. ഈ വചനങ്ങളെ വ്യക്തിപരമായിട്ട് നമ്മൾ ഏറ്റെടുത്ത് നമ്മൾ വീണ്ടും വായിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. You have to take this word personally and read it again so that our faith will increase. നമ്മുടെ വിചാരപ്പെടൽ മാറിപ്പോകും. Our worries will move away, will leave us. ഈ വറി അല്ലെങ്കിൽ വിചാരപ്പെടൽ പോലെ തന്നെ മറ്റ് അതിനേക്കാളും ഒരു പടിയൂടെ കടന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിലെ കർത്താവ് ഇതുപോലെ തന്നെ 3 ഇടത്ത് പറയുന്നുണ്ട്. Jesus says about something else which is more than the worry. He says about that in Matthew chapter 10. He repeats it 3 times. അത് ഭയപ്പെടണ്ട എന്ന്. That's about fear. നേരത്തെ വിചാരപ്പെടണ്ട, ഡോണ്ട് ബി ആങ്ഷ്യസ് അല്ലെങ്കിൽ വറി വേണ്ട എന്ന് പറഞ്ഞു. ഇവിടെ പറയുന്നത് എന്താ? ഭയം വേണ്ട. Matthew 6 it said, do not worry, but here it says, do not fear. വിചാരപ്പെട്ട് അതിലങ്ങ് മുന്നോട്ട് പോയാൽ അതെന്തായി തീരും? ഭയമായി മാറും. If you keep on worrying, it will become a fear. ഇവിടെ ഇതാ 10-ാം അധ്യായത്തില് ഇതുപോലെ തന്നെ 3 ഇടത്ത് ഭയപ്പെടണ്ട എന്ന് പറഞ്ഞു. In Matthew chapter 10 it says 3 times that do not fear. അതിന്റെ 10-ന്റെ 31-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആകയാൽ ഭയപ്പെടണ്ട, ഏറിയ കുരികിലുകളെക്കാളും നിങ്ങൾ വിശേഷതയുള്ളവരാണല്ലോ. Matthew chapter 10 verse 31 it says, do not fear, you are more valuable than many sparrows. അത് പറയുന്ന പശ്ചാത്തലം എന്താണ്? What is the context there? അത് നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങളെ കുറിച്ച് പറയുന്നതുമായിട്ട് ചേർത്താണ് അത് പറയുന്നത്. It's about our material things or what we need physically now this earth. നിങ്ങളുടെ തലയിലെ രോമവും എല്ലാം എണ്ണിയിരിക്കുന്നു, പിതാവ് അറിയാതെ നിങ്ങൾക്കൊന്നും സംഭവിക്കുകയില്ല. അപ്രതീക്ഷിതമായിട്ട് ഭൗതികമായ ജീവിതത്തിൽ എന്തെങ്കിലും വരും എന്നാണോ നീ പേടിക്കുന്നത്? ഭയപ്പെടണ്ട. God has God has numbered the hairs of your head, so do not worry if something will come like a surprise to him. അപ്പൊ കണ്ടോ, നമുക്ക് ഈ കാര്യങ്ങൾ നമ്മൾ പത്രമൊക്കെ വായിക്കുമ്പോഴും അല്ലെങ്കിൽ പല കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഭൗതികമായ ജീവിതം എങ്ങനെ പോകും, മുന്നോട്ട് എങ്ങനെ പോകും എന്നുള്ളതിനെ കുറിച്ചുള്ള ഭയം വരാം. When we see the news, we may get the fear that how will it happen to me, what will happen to me. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഞങ്ങളുടെ നാട്ടിലുണ്ടായ പ്രകൃതിക്ഷോഭത്തെ കുറിച്ച് വിദഗ്ധരായ ആളുകൾ പലരും പറയുന്നതൊക്കെ കേൾക്കാനിടയായി. I was listening to the opinion of the people who are saying about the landslide which happened in our place. അപ്പോ ചിലർ പറഞ്ഞത് കാലാവസ്ഥയുടെ പ്രത്യേകത കൊണ്ടും ഈ സംസ്ഥാനം കിടക്കുന്ന ആ പ്രത്യേക ഭൂപ്രകൃതി കൊണ്ടും ഇതിനേക്കാളും വലിയ ദുരന്തം ഈ സംസ്ഥാനം മുഴുവൻ അറബിക്കടലിലും ഒലിച്ചു പോകുന്നത് പോലെ വന്നാലും നമ്മൾ അത്ഭുതപ്പെടരുത്, അങ്ങനെ സംഭവിച്ചേക്കാം എന്നൊരു കാര്യം ചിലർ പറഞ്ഞു. They were saying about our place that it is a dangerous place actually because of the geography, and there can be a chance that the entire state may get washed away into the sea. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ അത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അവിടെ താമസിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ നമുക്ക് പേടി വരില്ലേ? When we hear that as a person who is living there, will we get fear? ഞാൻ ആ കാര്യങ്ങൾ കേട്ടിട്ട് ഈ കാര്യം വായിച്ചപ്പോൾ കർത്താവിനോട് പറയുന്നത് പോലെ, നീ ഇങ്ങനെയുള്ള ഭൗതിക കാര്യങ്ങളെ കുറിച്ച് ഒന്നും നീ എന്ത് ചെയ്യണ്ട, ഭയപ്പെടണ്ട. When I heard that news and then I was reading this message, this passage, God was telling me, do not fear about tomorrow. നമ്മളെ വിശ്വാസികൾ എന്നുള്ള നിലയിൽ നമ്മുടെ മറ്റൊരു ഭയം നമ്മുടെ നിത്യത, നമ്മുടെ മരണാനന്തരമുള്ള സ്വർഗത്തിലെ ജീവിതം നമ്മുടെ കുഴപ്പം കൊണ്ട് നഷ്ടമായി പോകുമോ, നമ്മൾ നരകത്തിൽ പോകുമോ എന്ന് നിത്യതയെക്കുറിച്ചുള്ള പേടിയാണ് വേറെ ചിലർക്കുള്ളത്. So for some believers the fear is that whether we lose the eternity, whether because of our sin. ഇവിടെ ഇതാ 10-ന്റെ 28-ാമത്തെ വാക്യത്തില് കർത്താവ് അതിനെക്കുറിച്ചാണ് പറയുന്നത്. In verse 28 Jesus says about that. അവിടെ അപ്പോൾ നമ്മൾ പറഞ്ഞു 31-ലെ ഭൗതികമായ ഭയങ്ങളെ കുറിച്ച് പറഞ്ഞു, എന്നിട്ട് പറയുന്നു ഭയപ്പെടണ്ട എന്ന് പറയുന്നു. 31 it says about our earthly needs and Jesus says do not fear. ഇവിടെ ഇതാ അതിന്റെ 28-ാമത്തെ വാക്യത്തിൽ നിത്യത നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടിയാണോ നിനക്കുള്ളത്? ആ കാര്യം എടുത്തു പറഞ്ഞിട്ട് കർത്താവ് പറയുന്നു അതും ഭയപ്പെടണ്ട. In verse 28 it says, are you worried about your losing your eternity? Then he says do not fear. അതായത് നമ്മുടെ ദേഹിയെ, നമ്മുടെ ദേഹത്തെ കൊന്നു
നമ്മുടെ ദേഹിയും ഇല്ലാതായി പോകുമോ എന്ന് പറഞ്ഞാൽ നമുക്ക് നിത്യത നഷ്ടമായി പോകുമോ എന്നുള്ള പശ്ചാത്തലത്തില് അതിനെക്കുറിച്ച് ആ ഭാഗം പറഞ്ഞിട്ട് പറയുകയാണ്, നീ ഭയപ്പെടണ്ട. Here it says about killing the body, and then it says destroying both soul and body. And here it says in this context and says, do not fear. 10:26 വാക്യത്തിലേക്ക് വരിക. Verse 26. അവിടെ നമ്മള് കാണുന്ന ആ ഭാഗം ഒരു അവ്യക്തത മൂലം നമുക്കുണ്ടാകാവുന്ന ഭയത്തെക്കുറിച്ചാണ്. Here it says about fear which can come because something is not revealed. ഇവിടെ നോക്ക്, അതുകൊണ്ട് അവരെ ഭയപ്പെടണ്ട, മറച്ചു വെച്ചതൊന്നും വെളിവാകാതെയും ഗൂഢമായതൊന്നും അറിയാതെയും ഇരിക്കയില്ല. In verse 26 it says, therefore do not fear them, for there is nothing concealed that will not be revealed, or hidden that will not be known. അപ്പോ അവിടെ ഭയപ്പെടരുത് എന്ന് പറഞ്ഞത് ഏതുമായിട്ടുള്ള ബന്ധത്തിലാണ്? There Jesus mentioned do not fear, on in which context? അവിടെ നമ്മൾ കാണുന്നത് ഇവിടെ നമ്മുടെ ജീവിതത്തിലെ അനിശ്ചിതമായ അപ്രതീക്ഷിതമായ ഓർക്കാപ്പുറത്ത് ചില കാര്യങ്ങൾ സംഭവിക്കുമോ അതിനെക്കുറിച്ചൊക്കെയുള്ള ചിന്തയെ തുടർന്നുള്ള ഭയമാണ് അവിടെ പറയുന്നത്. There it says about the fear which can happen to us, fear that something may happen to us without our knowledge or without our control. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളെ വീട്ടിൽ പോയിട്ട് ഈ 3 വാക്യങ്ങളും ആ കോണ്ടസ്റ്റിൽ എടുത്ത് വായിച്ചാൽ അത് കൂടുതൽ വ്യക്തമാണ്. Yeah, what I'm saying, when you go home, read these 3 verses in that context, then it will become more clear to you. അവിടെയും നേരത്തെ വിചാരപ്പെടരുത് എന്ന് 3 കോണ്ടസ്റ്റിൽ പറഞ്ഞതുപോലെ ഇവിടെയും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഭയം വരാവുന്ന 3 കോണ്ടസ്റ്റുകളെ എടുത്തു പറഞ്ഞിട്ട് കർത്താവ് പറയുന്നു, ഭയപ്പെടണ്ട. Like how we saw in Matthew chapter 6, here also it says about 3 contexts where fear can come in us, and Jesus says, do not fear. എന്നിട്ട് കർത്താവ് അത് പറഞ്ഞിട്ട് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ആ കാര്യങ്ങളെ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. Jesus is explaining this little more. അത് ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ്. With an example. 29ാമത്തെ വാക്യം നോക്കുക, അവിടെ ഒരു ഉദാഹരണമാണ് പറയുന്നത്. Verse 29 he says an example there. കാശിന് 2 കുരികിലിനെ വിൽക്കുന്നില്ലയോ, അവയിൽ ഒന്നുപോലും നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ നിലത്ത് വീഴുകയില്ല. Are not 2 sparrows sold for a cent, and yet not one of them will fall to ground apart from your father? അപ്പോ ഒരു കുരികില് എന്ന് പറയുന്നത് ഏറ്റവും ചെറിയൊരു പക്ഷിയാണ്. Sparrow is a very small bird. അന്നത്തെ കാലത്ത് 1 കാശ് കൊടുത്താൽ 2 കുരികിലിനെ കിട്ടും എന്നാണ് ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. If you give 1 cent, you will get 2 sparrows. അപ്പോ 1 കാശിന് കിട്ടുന്ന 2 കുരികിൽ, we get 2 sparrows for 1 cent. അങ്ങനെയുള്ള ഒരു കുരികിലിന്റെ വില എന്താ? ഒരു വളരെ തുച്ഛമായ വിലയേ ഉള്ളൂ. What is the value of the 1 sparrow then? It is very, very small. അവയിൽ ഒന്ന് നിലത്ത് വീണാൽ പോലും ദൈവം അറിയുന്നു, അതുകൊണ്ട് നീ ഭയപ്പെടണ്ട എന്ന് അതിനോട് ചേർത്ത് അവിടെ പറഞ്ഞു. If one of them falls to ground, your heavenly Father will know that. പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞതുപോലെ ലോകത്തില് ഒരു നിലയിലും ആരും വില വെക്കാത്തതാണ് ഈ കൊച്ചു കുരുവി. Dear ones, the little sparrow, nobody cares for the little sparrow. ആ കുരുവിയെ പോലും ശ്രദ്ധിക്കുന്നവനാണ് നമ്മുടെ ദൈവം. Our Father will take care of the little sparrow also. അങ്ങനെയാണെങ്കിൽ ആ ദൈവം കുരികിലിനെ ശ്രദ്ധിക്കുന്നെങ്കിൽ സഹോദര സഹോദരി എന്നെ നിന്നെ ശ്രദ്ധിക്കാതിരിക്കുമോ? If our Father cares for this little sparrow, will he not care for us? അവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാൽ ഈ കുരികിൽ 2 കാശിന് 2 കുരികിലുണ്ട്. അതിൽ ഒരെണ്ണം നിലത്ത് വീഴുന്നത് ആര് സമ്മതിക്കയില്ലെന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. If you read carefully, you see that there are 2 sparrows sold for a cent. If one of them fall to the ground, who will care for them? നമ്മൾ വിചാരിക്കുന്ന ഈ കുരികിലിന്റെ പിതാവ് അല്ലെ കുരികിലിന്റെ സൃഷ്ടാവ് സമ്മതിക്കുന്നില്ല എന്നായിരിക്കും വാക്യം എന്നാണ് നമ്മൾ വിചാരിക്കുക. We may think it is the sparrow's father or the creator of the sparrow may be worried. എന്നാ അവിടെ കണ്ടോ, കുരികിലിന്റെ പിതാവല്ല, നിങ്ങളുടെ പിതാവ്. കർത്താവ് മനുഷ്യരോട് പറയുക, ശിഷ്യന്മാരോട് പറയുക, നിങ്ങളുടെ പിതാവാണ് കുരികിലിനെ പോലും കാക്കുന്നത്. It's not the sparrow's father, but it is your Father who will care for them. അപ്പോ നമ്മുടെ പിതാവ് കുരികിലിനെ പോലും കാക്കുന്നെങ്കിൽ നമ്മുടെ പിതാവ് നമ്മളെ കാക്കുകയില്ലേ? If our Father will care for the sparrow, will he not care for us? അതായത് അയൽപക്കത്തെ ഒരു കുഞ്ഞ്
ഭക്ഷണമില്ലാതെ വിഷമിക്കുമ്പോൾ നമ്മുടെ പിതാവ് ആ കുഞ്ഞിന് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും. If our neighbor's son is hungry and our father buys food for our neighbor's son, അത് കാണുമ്പോൾ നമുക്ക് എന്താ നമുക്ക് ധൈര്യം വരുന്നത്? when we see that, what will be our confidence? ഓ, അയൽപക്കത്തെ കുഞ്ഞിന്റെ വിശപ്പ് പോലും തീർക്കുമെങ്കിൽ എനിക്ക് വിശപ്പ് വന്നാൽ എന്റെ പിതാവ് എത്രത്തോളം താല്പര്യത്തോടെ എന്റെ വിശപ്പ് തീർക്കും. If my father will feed the neighbor's son, how much more will he feed me if I get hungry? ഞാൻ പറഞ്ഞത് വ്യക്തമായോ പ്രിയപ്പെട്ടവരെ? Did it become clear, dear ones? ഈ കുരികിലിനെ കാക്കുന്നത് കുരികിലിന്റെ പിതാവല്ല, നമ്മുടെ പിതാവ് എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. The one who takes care of the sparrow is not the sparrow's father but our father. അങ്ങനെ നമ്മുടെ പിതാവ് ഈ കുരികിലിനെ പോലും കാക്കുന്നെങ്കിൽ സ്വന്തം മക്കളായ നമ്മളെ കാക്കാതിരിക്കുമോ എന്നുള്ള വലിയ ഉറപ്പാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. So if our father takes care of this little sparrow, then will he not take care of us? This is the confidence we get when we read this passage. ഇവിടെ 10ന്റെ നമ്മൾ വായിച്ച ആ ഭാഗം ആ കുരികിലിന്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതേ കാര്യം ലൂക്കോസിൽ പറഞ്ഞിരിക്കുമ്പോൾ അല്പം കൂടെ വ്യത്യാസം. The same passage is repeated in Luke. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തില് ഈ കുരികിലിന്റെ കാര്യം കർത്താവ് പറഞ്ഞത് ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. In Luke chapter 12, the same thing is written. ലൂക്കോസ് 12-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം നോക്കുക. Luke chapter 12 verse 6. അവിടെ പറയുന്നു 12:6, 2 കാശിന് 5 കുരികിലിനെ വിൽക്കുന്നില്ലയോ, അവയിൽ ഒന്നിനെ പോലും ദൈവം മറന്നു പോകുന്നില്ല. Here it says, are not 5 sparrows sold for 2 cents, yet not one of them is forgotten before God. അപ്പൊ ഇവിടെ കണ്ടോ, മത്തായി നിങ്ങള് കണക്കറിയാവുന്നവരൊന്ന് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കണേ. Those who know math, just think about this. മത്തായി എന്തിനെ കുറിച്ചാ പറയുന്നത്? 1 കാശിന് 2 കുരികിലിനെ കിട്ടും. Matthew says for 1 cent you'll get 2 sparrows. ലൂക്കോസ് എന്തിനെ കുറിച്ചാ പറയുന്നത്? 2 കാശിന് നമ്മൾ കുരികിലിനെ വാങ്ങിക്കുന്നതിനെ കുറിച്ചാ പറയുന്നത്. Luke says for 2 cents you'll get 5 sparrows. അപ്പൊ മത്തായിയിൽ നിന്ന് നമ്മളൊരു അതിന്റെ ഒരു നിലവാരം കിട്ടുക, 1 കാശിന് 2 കുരികിലിനെ കിട്ടും. So if you look in Matthew, it says for 2 sparrows 1 cent. അപ്പോ ലൂക്കോസ് പറയുമ്പോൾ 2 കാശ് കൊടുത്ത് കുരികിലിനെ വാങ്ങിച്ചാൽ എത്ര കുരികിലെന്നാ പറയേണ്ടത്? So when it comes to Luke, then if he sells for 2 cents, how many sparrows you will get? 1 കാശിന് 2, 2 കാശിന് 4 എന്നല്ലേ പറയുന്നത്. 1 cent you'll get 2 sparrows, so for 2 cents you should get 4 sparrows. പക്ഷെ ലൂക്കോസ് ഇവിടെ പറഞ്ഞേക്കുന്ന കണ്ട, ലൂക്കോസ് പറയുക 2 കാശിന് 5 കുരികിലിനെ കിട്ടി. Here you see, but Luke says there are 5 sparrows for 2 cents. ഞാൻ ചിലപ്പോൾ വിചാരിച്ചു ഈ ലൂക്കോസ് എന്നെ പോലാണോ, കണക്കിന് മോശമാണോ? 2 2 4 കൂട്ടുന്നത് 2 2 5 എന്നാണോ ഈ മനുഷ്യൻ? Sometimes I used to think is Luke like me, bad in math, so he's counting 2 plus 2 is 5. പ്രിയപ്പെട്ടവരെ, വേദപണ്ഡിതന്മാർ ഇതിന് പറയുന്ന ന്യായം എന്ന് പറയുന്നത് ഈ 5-ാമത്തെ കുരികിലിനെ വെറുതെ കൊടുക്കുന്നതാണ്. Dear ones, the 5th sparrow is given for free. 1 കാശിനെ 2 കുരികിലിനെ കൊടുക്കും. For 1 cent you'll get 2 sparrows. 2 കാശ് കൊടുത്താൽ 4 കുരികിലിനെ കൊടുത്താൽ മതി. Actually for 2 cents and you need to get only 4 sparrows. എന്നാൽ 2 കാശിന് വാങ്ങുന്ന ആൾക്ക് ഇരിക്കട്ടെ, സൗജന്യം എന്ന് പറഞ്ഞ് ആ വിൽക്കുന്ന ആള് 1 കുരികിലിനെ, 5-ാമത്തെ കുരികിലിനെ വെറുതെ കൊടുക്കുന്നതാണ്. So those who are buying for 2 cents, you'll get 5 sparrows. 1 sparrow is free with the other ones. ഇവിടെ കണ്ടോ, അങ്ങനെയുള്ള 5-ാമത്തെ കുരികിലിന് അപ്പൊ എന്തോ വിലയുണ്ട്. So then what is the value of that 5th sparrow? ഒരു വിലയില്ല, It's free. വെറുതെ കിട്ടിയതാ. So you got it simply. 1 കാശ് പോലും വിലയില്ല. You didn't pay anything for that. ആ കുരികിൽ നിലത്ത് വീണാലും സ്വർഗീയ പിതാവ് അറിയുന്നു, മനസ്സിലാക്കുന്നു, അതിനെ കാക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത്. If that sparrow falls to the ground, then also the heavenly Father will know about it. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിലപ്പോൾ നമ്മളെ തന്നെ നോക്കുമ്പോൾ നമുക്ക് 1 കാശിനും വിലയില്ലാത്തവരായിട്ട് നമ്മളെ തോന്നുകയും. Sometimes we look at ourselves and we see that okay, I'm not worthy of anything. ചിലപ്പോൾ നാട്ടുകാരും ഓഫീസിലുള്ളവരും പോലും നമ്മളെ നോക്കിയിട്ട് 1/4 കാശിന് വിലയില്ലാത്തവൻ എന്ന് നമ്മളെ എഴുതി തള്ളും. Sometimes our colleagues or our friends will look at us and say we are not good for anything. ശരി, അങ്ങനെ പറഞ്ഞാലും അങ്ങനെ ഒരു വാക്ക് കേട്ടും സഹോദരൻ നീ വിഷമിച്ചു പോകണ്ട. If you hear that word also, don't get discouraged. ഈ 5-ാമത്തെ കുരികിലിനെ, ഈ 5th സ്പാരോയെ ഓർക്ക്. Think about this 5th sparrow. അതിന് ഒരു വിലയുമില്ല, 1/4 കാശിന് വിലയില്ല. That doesn't have any value.
പക്ഷെ ആ വിലയില്ലാത്ത വെറുതെ കിട്ടുന്ന അഞ്ചാമത്തെ കുരികിലിനെ പോലും കാക്കുന്നവനാണ് നമ്മുടെ പിതാവ്. So our Father will take care of the fifth sparrow, which doesn't even have a value. അങ്ങനെയാണെങ്കിൽ അവിടുന്ന് നമ്മളെ കാക്കാതിരിക്കുമോ? Will He not take care of us? അതുകൊണ്ട് എന്ത് വേണ്ട? ഭയപ്പെടണ്ട. So don't fear. അതുകൊണ്ട് എന്ത് വേണ്ട? വിചാരപ്പെടണ്ട. Don't worry. പ്രിയപ്പെട്ടവരെ, ഈ വചനങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Dear ones, I hope this verse will come into deep in our heart. ഇംഗ്ലീഷിലൊരു പ്രശസ്തമായ പുസ്തകമുണ്ട്, ഫിഫ്ത്ത് സ്പാരോ എന്നൊരു പുസ്തകം. There's a famous book in English called The Fifth Sparrow. ഈ ലൂക്കോസ് 12:6 നിന്നാണ് അഞ്ചാമത്തെ കുരികിൽ എന്ന് നമ്മളിപ്പോ പറഞ്ഞ ഇതേ കാര്യം വിശദീകരിക്കുന്ന ആ പുസ്തകം എഴുതിയിട്ടുള്ളത്. It's about this fifth sparrow which is mentioned in Luke 12 verse 5. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും നിലയില് നമ്മൾ വില കുറഞ്ഞവരായിട്ട് നമുക്ക് തോന്നുകയോ സമൂഹം നമ്മളെ കുറിച്ച് അങ്ങനെ പറയുകയോ ചെയ്താലും ഭാരപ്പെടണ്ട. So dear ones, don't get worried if you consider yourself valueless or without any price, and even if the other people also consider that you are not worthy. കാരണം നമ്മളുടെ കാര്യങ്ങൾ നോക്കാൻ നമുക്കൊരു പിതാവുണ്ട്. But because we have a Father in heaven. ആ പിതാവ് സ്വർഗത്തിലെ ദൈവമാണ്. He is a God in heaven. ഈ നമ്മളിത് കൊച്ചുനാൾ മുതൽ ഈ പാട്ടുമൊക്കെ പാടി ഇതെല്ലാം കേട്ട് കേട്ട് ഇതിന്റെ ഒരു ആ നിലയിൽ ഒരു അത്ഭുതം നമുക്ക് പലപ്പോഴും അങ്ങ് കൈമോശം വന്നു പോയി എന്ന് എനിക്ക് തോന്നാറ്. We sing such songs from our childhood and then we may lose that wonder in that. സത്യത്തെ ഓർക്കുക, സ്വർഗത്തിലുള്ള ദൈവം എന്റെ അപ്പന്. The God in heaven is my Father. സ്വർഗത്തിലുള്ള ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യമുണ്ട്? Is there anything too hard for the Father in heaven? അപ്പോ ആ സ്വർഗത്തിലുള്ള ദൈവം എന്റെ പിതാവാണെങ്കിൽ തന്റെ മകന് വേണ്ടി താന് ചെയ്യാതിരിക്കുമോ? If that God is my Father, then will He not do anything for me? പലപ്പോഴും പല പ്രയാസങ്ങളിലും നമ്മൾ ആളുകളോട് സംസാരിക്കുമ്പോൾ വിശ്വാസികളായ ആളുകൾ പോലും പലതിനെ ചൊല്ലി ഭാരപ്പെടുകയും ഭയപ്പെടുകയും ചെയ്യുന്നവരാണ്. When we speak to different people, we see that even believers are worried about many things. ബ്രദറെ, ഇങ്ങനെ പോയാൽ നമ്മുടെ സംസ്ഥാനം മുഴുവൻ വെള്ളത്തിൽ ഒലിച്ചു പോകുമോ എന്നൊക്കെയാ ചിലർ പേടിച്ച് ചോദിക്കുന്നു. Whether if things goes like this, will our state itself get washed away to the sea? സ്വർഗത്തിൽ ഒരു പിതാവില്ലാത്ത രക്ഷിക്കപ്പെടാത്ത സാധാരണ ആളുകൾ അത് ചോദിച്ചോട്ടെ, അവർക്ക് വേറെ മാർഗമൊന്നുമില്ല. Let the unbelievers ask such questions. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു പിതാവുണ്ട്. അത് എത്ര വലിയ വ്യത്യാസമാണ് വരുത്തിയിരിക്കുന്നത്. For us, there is a Father in heaven that should make a difference in our life. ഞാൻ ഒത്തിരി നേരം കൊണ്ട് സംസാരിക്കുന്നുണ്ട്, ഒരു കഥ പറയാം. Let me tell one story. അതായത് ഈ ആഫ്രിക്കയിലുള്ള പ്രിയപ്പെട്ടവരെ കുറിച്ച് ഞാൻ ഇങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. I've heard about some people in Africa. അവര് അവിടെ കാടുകളുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ അവർ ജീവിക്കുന്നത്. They are living in the jungles. അങ്ങനെയുള്ളവർക്ക് അങ്ങനെയുള്ള ഒരു കുടുംബത്തില് ഒരു കുഞ്ഞു പറന്നു എന്നിരിക്കട്ടെ. There was a baby born in one of the family. അവനൊരു 5 or 6 വയസ്സാകുമ്പം അപ്പൻ ഇവനെ കുറിച്ച് ചിന്ത വരും. When he is 5 or 6 years old, the father will start worrying about him. കാരണം ഇവന് പ്രായമായാൽ എന്ത് വേണം, ഇവൻ തന്നെ ഈ കാട്ടിൽ പോയി മൃഗത്തെയൊക്കെ വേട്ടയാടി കൊണ്ടുവരേണ്ടവനാണ് ഇവൻ. When he grows up, he have to go and hunt for the animals and bring to the home. അതുകൊണ്ട് ഇവൻ ഈ കാടിനെ കുറിച്ചും മൃഗങ്ങളെ കുറിച്ചുള്ള പേടി മാറ്റും. So we should remove the fear from him about the jungle. അതുകൊണ്ട് ഈ പേടിയില്ലാതെ വേണം ഈ ചെറുപ്പം മുതൽ തന്നെ ഇവനെ വളർത്തിക്കൊണ്ടുവരാൻ. So they want to train this boy so that he won't have fear about the jungle. അപ്പം ഈ വനത്തെ കുറിച്ചുള്ള പേടി എങ്ങനെ മാറും? How will he get over the fear of this jungle or the woods? അവിടുത്തെ ഒരു രീതി, 5 or 6 വയസ്സുള്ള കുഞ്ഞിനെ ഒരു പിതാവ് ഒരു രാത്രിയില് വനത്തിൽ കൊണ്ടിടുന്ന ഒരു രീതിയാണുള്ളത്. So there is they put this boy in the jungle in the night actually. അതായത് മോനോട് പറയുകയല്ല, എടാ ഞാൻ നിന്നെ വനത്തിൽ കൊണ്ടിടാൻ പോവുകയാണ് എന്ന് പറഞ്ഞ അവൻ വരികയില്ല. അതുകൊണ്ട് അതൊന്നും പറയാതെ വാ നമുക്കൊന്ന് നടക്കാൻ പോകാമെന്നും പറഞ്ഞ ഒരു സന്ധ്യയ്ക്ക് ഈ അപ്പൻ ഈ 6 വയസ്സുകാരനെ പിടിച്ചോണ്ട് വരുന്നു. So in the evening the father gets his boy and says, let's go for a walk, and then goes to the jungle. കൊടുങ്കാട്ടിലെത്തിയപ്പോഴേക്കും മിക്കവാറും സൂര്യൻ അസ്തമിക്കുന്ന നിലയിലായി. Once he in the deep forest, the sun has already set. പിതാവ് അവിടെ കൊണ്ടുവന്ന് സൂര്യൻ അസ്തമിക്കാൻ നേരത്തെ ഇവനെ കൊണ്ടുവന്ന് ഒരു മരത്തിന്റെ അവിടെയോ വലിയ വീഴ്ത്തി വെച്ച് പറയും, നീ ഇനി ഞാൻ നാളെ രാവിലെ വരികയുള്ളൂ, നീ ഒറ്റയ്ക്ക് ഈ രാത്രി മുഴുവൻ ഈ കാട്ടിൽ ഇരുന്നോണം എന്ന് പറഞ്ഞിട്ട് പിതാവ്
അവിടെ നിന്ന് കൂടിക്കളയും. He will leave the boy near one of the tree and say, sit there, tomorrow morning I'll come to you. ഈ മകന്റെ മനോവിചാരം ഒന്ന് ഓർത്തു നോക്കുക. What will this boy be thinking? അവന് കരഞ്ഞ് അപ്പ അപ്പ എന്ന് നിലവിളിക്കും. He'll be crying, Father, Father. എന്നെ ഇട്ടേച്ച് പോകല്ലേ, എനിക്ക് പേടിയാകുന്നേ എന്ന് പറയും. Don't leave me alone, I am scared. അപ്പോഴാണ് അകലേന്ന് ചില മൃഗങ്ങളുടെ ഒച്ചയും കരച്ചിലും ഒക്കെ കേൾക്കുന്നത്. He may hear some cry of the animals. അവന് ചില പേടിയാകും. He'll get scared. അവന് ഈ മരത്തിൽ നിന്ന് പുറത്തു പോകാൻ അറിഞ്ഞുകൂടാ. We don't know how to get out of this forest. അവൻ ആകെ അടുപ്പം ഉണ്ടായിരുന്ന അപ്പനെ ഒട്ട് കാണുന്നുമില്ല. Yeah, he only knew about the father and he's not there. അയ്യോ, എങ്ങനെ പോകും? അപ്പോഴേക്കും സൂര്യനും അസ്തമിച്ചു. And now the sun was also set. കൂരിരുട്ട്. It's too dark. ഇരുട്ടിന് കട്ടി കൂടുന്തോറും മൃഗങ്ങളുടെ ഓരിയിടയിലും പക്ഷികളുടെ ശബ്ദവും ഒക്കെ ഇങ്ങനെ കൂടി വരിക. As it becomes dark, then he hears all the cry of the animals. അവൻ വിചാരിക്കുന്ന ഇന്ന് രാത്രി കൊണ്ട് എന്റെ ജീവിതം തീരും. He may be thinking that today I'll be dead. ഏതെങ്കിലും ഒരു വന്യമൃഗം ഇതിലെ പോയാൽ എന്നെ കണ്ടാൽ അത് ചാടി പിടിച്ച് എന്നെ കൊന്നുകളയും. One of the wild animal will eat me. അതുകൊണ്ട് പേടിച്ചു വിറച്ച് അവന് ഒറ്റയ്ക്ക് അവിടെ ഇരിക്കുക. He is frightened and he sit under that tree. അപ്പന്റെ സ്നേഹത്തെ കുറിച്ചുള്ള അവന്റെ ചിന്ത അന്നേരം എന്തായാലും What will be thinking about his father at that time? ഒരു സ്നേഹവും ഇല്ലാത്ത ഒരു അപ്പനാണല്ലോ എനിക്കുള്ളത്. His father doesn't love me. അല്ലെങ്കിൽ എന്നെ പോലെ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് കാട്ടി കളഞ്ഞേച്ച് അയാൾ പോകുമോ? Or else will he leave me along in this forest? അപ്പം വീട്ടിൽ പോയി നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുക. Father may be going home and is sleeping peacefully there. ഞാൻ ഈ കൊടുങ്കാട്ടിൽ ഒറ്റയ്ക്ക് മൃഗങ്ങളുടെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്ന് പേടിച്ച് ഈ രാത്രി മുഴുവൻ കഴിയണമെന്ന്. I am scared here alone and with the animals coming around. അയ്യോ, ഇത്രയും സ്നേഹമില്ലാത്ത ഒരു അപ്പനായിരുന്നല്ലോ എനിക്കുണ്ടായിരുന്നു. My father doesn't love me. ഇങ്ങനെയൊക്കെയാണ് അവന്റെ ആദ്യത്തെ ചിന്തകൾ. These will be his thoughts which is going through his mind. പക്ഷെ കുറച്ചു കഴിയുമ്പോൾ അവന് മനസ്സിലാവും, ഇങ്ങനെ കരഞ്ഞ് നിലവിളിച്ചു ഇരുന്നാൽ മറ്റു വന്യമൃഗങ്ങളുടെ ശ്രദ്ധ തന്റെ നേരെ വരും. So after some time he'll realize that if he sit here and cry, then other animals will spot him. അതുകൊണ്ട് അവൻ കരച്ചിൽ നിർത്തും. So he stopped crying. അവനെ കൊണ്ട് ആകുന്നത് പോലെ ഏതെങ്കിലും ഒരു മരത്തിന്റെ പൊത്തിലോ മരത്തിന്റെ ചുവട്ടിലോ വല്ലോ ഒളിച്ച് മിണ്ടാതിരിക്കും. So he'll hide behind any tree or some caves. സമയം കടന്നു പോകുന്നത് എളുപ്പമല്ല. Time, it is very difficult for the time to pass. 1 മണിക്കൂർ കടന്നു പോയപ്പോ തന്നെ അവന്റെ വിചാരം, ഒരു രാത്രി മുഴുവൻ പോകുന്ന സമയം എടുത്തല്ലോ എന്ന്. It took a night time to pass, so that even for an hour. രാത്രിയിൽ ഇരുട്ടിൽ ചില വന്യമൃഗങ്ങളുടെ കണ്ണുകൾ അങ്ങിങ്ങി തിളങ്ങുന്നുണ്ട്. He could see some of the eyes of an animal. ഇപ്പൊ എന്റെ മേൽ ചാടി വീഴുമോ? It may come and attack me. എന്നാലും പിന്നെ അവൻ ഓർക്ക്, എന്നാലും എന്റെ അപ്പൻ ഇത്ര ക്രൂരനായി പോയല്ലോ. So he'll be thinking, oh, my father is such a cruel person. അങ്ങനെ ഉള്ളില് നിലവിളിയോടെ, ഉള്ളില് അടക്കിപ്പിടിച്ച കണ്ണീരോടെ അവൻ ആ രാത്രി മുഴുവൻ ആ മരച്ചൂട്ടിൽ ഇങ്ങനെ ഇരിക്കുക. If he sits that entire night under that tree. അങ്ങനെ മണിക്കൂറുകൾ കടന്നു പോകുന്നു. So time passes away. മണിക്കൂറുകൾ കടന്നുപോയി. അതാ നേരം വെളുക്കുന്നു. പതുക്കെ സൂര്യന്റെ ആദ്യത്തെ രശ്മികള് ആ കാട്ടിലേക്കും വരും. When it is dawn, ചുറ്റുപാടും തിരിച്ചറിയാവുന്ന മട്ടിലേക്ക് അവന്റെ കണ്ണുകൾ അതുമായിട്ട് പാകപ്പെടുന്ന മട്ടിലേക്ക് വെളിച്ചം വന്നു. now he could see around. വെളിച്ചം വന്നപ്പം അവന് പേടിച്ച് കണ്ണടച്ചിരുന്ന അവന് കണ്ണ് തുറന്ന് നോക്കുമ്പം ഒരു അപ്രതീക്ഷിത കാഴ്ച അവൻ കാണും. When he opens his eyes, he sees something which is strange. അവൻ ഇരുന്നതിന് തൊട്ടടുത്ത മരത്തിന്റെ ചുവട്ടില് തന്റെ അപ്പൻ കയ്യിൽ ഒരു അമ്പും വില്ലുമായിട്ട് തന്നെ നോക്കി രാത്രി മുഴുവൻ അവിടെ ഇരിക്കുകയായിരുന്നു. His father was sitting in the next tree next to him with a bow and arrow. നോക്കുക, ഒരപ്പന് ഈ മകന് ധൈര്യം കിട്ടാൻ വേണ്ടി അവനെ കാട്ടിൽ ഉപേക്ഷിച്ചു എന്നത് ശരിയാ. The father left the boy in the jungle, that is true. പക്ഷെ ആ രാത്രി മുഴുവൻ അപ്പൻ ഒരുപോലെ കണ്ണടയ്ക്കാതെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നതാരെയാണ്. But the father was looking at this boy from the next tree. കയ്യില് അമ്പുണ്ട്, വില്ലുണ്ട്. ഏതെങ്കിലും വന്യമൃഗം തന്റെ മകന് നേരെ വന്നാൽ അതിനെ കൊല്ലാൻ വേണ്ടി ഒരുങ്ങി തയ്യാറെടുത്ത് ചുറ്റുപാടുകൾ ശ്രദ്ധിച്ച് ആ രാത്രി മുഴുവൻ ഒരുപോലെ കണ്ണടയ്ക്കാതെ അപ്പനിരിക്കുക. The father has a bow and arrow in his hand, so if a wild animal come to attack his son, he can kill that animal. നേരം വെളുക്കുമ്പോ മകന് ഈ കാര്യം മനസ്സിലാകുമ്പോ അവന്റെ മനസ്സിൽ എന്താ വരുന്നത്? When the morning comes and he sees his father sitting there, what will come to his mind? അയ്യോ, ഞാൻ വിചാരിച്ചു എന്റെ അപ്പൻ വലിയ ക്രൂരനാണ്, വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങുകയാണെന്നാ ഞാൻ വിചാരിച്ചു. I thought my father was a very cruel person and he went at home and slept. എന്നാ എന്റെ അപ്പൻ ഒന്നും ഉറങ്ങുക പോലും ചെയ്യാതെ എന്നെ കാത്തുകൊണ്ട്
ഈ കൊടുങ്കാട്ടിൽ എന്നോടൊപ്പം ഇരിക്കുകയായിരുന്നല്ലോ എന്ന കാര്യം രാവിലെയാണ് ഇവന് മനസ്സിലാകുന്നത്. So he'll realize that in the morning that his father was awake and was sitting next to him. പ്രിയപ്പെട്ടവരെ, ഒരു അപ്പന് മകനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ഇതാണ്. Dear ones, this is the love of a father for his son. ഓ, നമുക്കിത് നമ്മുടെ സ്വർഗീയ പിതാവിനോട് ചേർത്ത് ചിന്തിക്കാൻ കഴിയുമോ? Can we think about our heavenly father? ചില വിഷമങ്ങളുടെ സമയത്ത് നമ്മൾ വിചാരിക്കും ദൈവം നമ്മളെ കൈവിട്ടു. In some situation we may think our father has left us. എന്നാലും ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലല്ലോ എന്ന് നമ്മൾ ചിലപ്പോൾ പറയും. The Lord has not heard my prayers. ഓ, ഈ കൊടുങ്കാട്ടില്, ഈ വലിയ വിഷമത്തിന്റെ, ഈ ദുഃഖകരമായ സാഹചര്യത്തിൽ എന്നെ ഉപേക്ഷിച്ചിട്ട് ദൈവം പോയല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. He left me in this wild jungle and in this time of difficulty. ഈ കുഞ്ഞ് അപ്പ അപ്പ എന്ന് നിലവിളിച്ചിട്ട് ഒരു മറുപടി ശബ്ദം ഇല്ലാതിരുന്നത് പോലെ നമുക്ക് ചിലപ്പോൾ തോന്നും, പലവട്ടം പ്രാർത്ഥിച്ചിട്ടും ഒരു മറുപടി പോലും കിട്ടുന്നില്ലല്ലോ. Even though we prayed for many times, we didn't hear anything from our father. പ്രിയപ്പെട്ടവരെ, കാട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട ഈ കുഞ്ഞിനെ പോലെ നമ്മൾ ചിലപ്പോഴാകും. We may be like this child who has been left in the forest alone. നമ്മൾ വിചാരിക്കുന്നത് പിതാവ് നമ്മളെ ശ്രദ്ധിക്കുന്നില്ല, കാണുന്നില്ല എന്നാണ്. We may be thinking that our father is not seeing us or looking at us. അതേപോലെ ഈ പിതാവ് ഒരുപോലെ കണ്ണടയ്ക്കാതെ ഈ മകനെ കാത്തുകൊണ്ട് അമ്പുവില്ലുമായിട്ട് കാവലിരിക്കുകയായിരുന്നു. But this father is sitting in the next tree waiting for if any animals are coming to attack him. നമുക്ക് ഈ കഥ മറന്നു പോകല്ലേ. But don't forget this story. ചിലപ്പോൾ മറുപടി കിട്ടുന്നില്ല എന്ന് വിചാരിച്ചാലും Sometimes you may think that you are not getting answer for your prayers, പക്ഷെ നമ്മുടെ പിതാവ് അവിടെ തന്നെ ഉണ്ട്. but our father is there. കർത്താവിനെ ഒരു സ്വർഗീയ പിതാവായിട്ട് നമ്മൾ കാണുക. We should see our heavenly father. നമ്മൾ പറഞ്ഞു വന്നത്, നമ്മൾ വിചാരപ്പെടരുത്, ഭയപ്പെടരുത്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞു വന്നത്. We told about do not worry, do not fear. കർത്താവായ യേശുക്രിസ്തു ഇവിടെ ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവ് മിക്കപ്പോഴും പറയുന്ന ഒരു അഭിവാദ്യ വാക്ക് ഭയപ്പെടേണ്ടെന്നായിരുന്നു. When Jesus was on this earth, the one salutation what he gives is do not fear. ചിലപ്പോൾ ഇച്ചിരി നേരത്തിന് ശേഷം ശിഷ്യന്മാർക്ക് ഒരു പ്രത്യക്ഷത കൊടുക്കുമ്പോൾ ആദ്യം കർത്താവ് പറയുന്നു, ഭയപ്പെടണ്ട, ഇത് ഞാനാ. When he sees disciples, after some time he will say, do not fear, it is me. നമ്മൾ അങ്ങനെ പല രംഗങ്ങൾ കാണുന്നുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം നോക്കുക. We see many such incidences. Let's look at Matthew chapter 14. അതിന്റെ 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വീട്ടില് പോകുമ്പോൾ ഒന്ന് വായിച്ചു നോക്കുക. Verse 22 to അധ്യായം മുഴുവനും. verse 22 to 36. You read it when you go home. അവിടെ കർത്താവ് തന്റെ ശിഷ്യന്മാരെ നിർബന്ധിച്ച് അക്കരയ്ക്ക് പറഞ്ഞയക്കുന്നതാണ് നമ്മൾ കാണുന്നത്. He sent the disciples to the other shore. എന്നിട്ട് കർത്താവ് പ്രാർത്ഥിപ്പാനായിട്ട് മലയിൽ തന്നെ ഇരുന്നു. And he sat in the mountain to pray. ഇവര് കടലിൽ പോകുമ്പോൾ രാത്രിയിൽ എന്തുണ്ടായി? തിരമാലകൾ പ്രതികൂലമായി, ഇവരുടെ പടക് മുങ്ങിപ്പോകും, ഇവര് മരിച്ചു പോകും എന്നുള്ള പേടി അവർക്ക് വന്നു. When they were going on the boat, there were waves and winds. അപ്പോ രാത്രിയുടെ 4-ാം യാമത്തിലെ കർത്താവ് ഈ തിരമാലയ്ക്ക് മേളിൽ കൂടെ നടന്നു. At the 4th hour, Jesus walked to them. തന്റെ കുഞ്ഞുങ്ങൾ ഭയപ്പെട്ടിരിക്കുകയാണ്, അവരുടെ ഭയം മാറ്റാൻ വേണ്ടി കർത്താവ് വന്നത്. His children are afraid, so they are frightened, so Jesus walked to them. എന്നാൽ അങ്ങനെ നടന്നു വന്നത് അവരെ കൂടുതൽ പേടിപ്പിച്ചു. So, but when he walked and came on the water, they were more scared. അവര് പറഞ്ഞു, ദാണ്ട് ഒരു ഭൂതം നടന്നു വരുന്നു എന്ന് പറഞ്ഞ് ഭൂതത്തെ കൂടെ പേടിക്കാൻ. They thought it's a ghost walking on the water and they started fight. നേരത്തെ കടലിൽ മുങ്ങിപ്പോകുമോ എന്നുള്ള പേടിയേ ഉണ്ടായിരുന്നു. Earlier their fear was that whether they will get drowned in the sea. ഇപ്പൊ ഉണ്ട് ഒരു ഭൂതം കൂടെ വരുന്നു എന്ന് രണ്ടാമതൊരു പേടി കൂടെ. Now they see and the ghost is also walking towards them. കർത്താവ് അവരെ കാണുന്നുള്ള പറയുന്നു, പേടിക്കണ്ട, പേടിക്കണ്ട. When Jesus sees them, he says, do not fear. ഞാൻ തന്നെയാണെന്ന് ധൈര്യപ്പെടുത്തും. I am the one. ഇതെല്ലാം കേട്ടപ്പോ ആ വള്ളത്തേല് അതേവരെ നിലവിളിച്ചുകൊണ്ടിരുന്ന പത്രോസ് ഒരു ധീരപ്രവൃത്തി ചെയ്യാനായിട്ട് ആഗ്രഹിക്കും. When we see here that Peter was sitting in the boat and was crying, he wanted to do something. പത്രോസ് പറയുന്നു, അത് നീ ആണെങ്കിൽ കർത്താവേ, ഞാനൂടെ വെള്ളത്തിന്റെ മേലെ നടന്ന് നിന്റെ അടുത്തോട്ട് വരട്ടെ. He says, if it is you, let me also walk on this water. കർത്താവ് പറഞ്ഞു, വന്നു എന്ന് പറഞ്ഞു. Just told, come. അവനെ വെള്ളത്തിന് മീതെ നടന്ന് കർത്താവിന് അടുത്തേക്ക് ചെല്ലുക. He is walking on this water and coming towards Jesus. ചെല്ലുന്ന ഉടനെ ഇതാ ഈ തിരമാലകളും ഒക്കെ കണ്ട് അവനെ പേടിച്ചു. But he sees his waves and then he got frightened. പേടിച്ച് അവന് മുങ്ങാൻ തുടങ്ങുന്നു. He's about to sink.
കർത്താവ് അവനോട് പറയുന്നു, എന്തിനാ നീ പേടിച്ചത്? Jesus asked, why you are afraid? അവന്റെ ഭയത്തെ ശാസിക്കുന്നു. He's saying, why did you doubt? എന്ന് പറഞ്ഞ് അവനെ ഭയപ്പെടണ്ട എന്ന് ധൈര്യപ്പെടുത്തുന്നു. He says, do not fear. അവനെ മുങ്ങാൻ പോകുന്ന അവനെ ഉയർത്തുന്നു. He stretched out his hand and took hold of him. അങ്ങനെ പത്രോസും ധൈര്യപ്പെട്ട് മടങ്ങി വരുന്ന ഒരു ഭാഗമാണ് ഇവിടെ. And Peter comes back with Jesus to the boat. This is what we read here. നിങ്ങൾ വീട്ടിൽ പോയി ഒരു ഹോംവർക്ക് ചെയ്താൽ നല്ലതാണ്. Yeah, you can go home and do this as a homework. അതായത് എത്ര വട്ടം ഭയപ്പെടുന്നു, ധൈര്യപ്പെടുന്നു. How many times disciples were frightened and was encouraged? അവര് ആദ്യം ഈ കടല തിരയില് മുങ്ങിപ്പോകുമെന്ന് ഭയപ്പെട്ടു. Initially they were feared that they will drown in this water. കർത്താവാണെന്ന് അറിഞ്ഞപ്പോ അവർക്ക് ധൈര്യമായി. When they understood that it is Jesus, they had some courage. അപ്പൊ തന്നെ ഭൂതമാണെന്ന് വിചാരിച്ചപ്പോ വീണ്ടും പേടിയായി. When they thought that it is a ghost, they were again feared. പേടിക്കണ്ടെന്ന് കർത്താവ് പറഞ്ഞപ്പം അവർക്ക് ധൈര്യമായി. When Jesus said, "Don't be frightened," they had some more courage. പത്രോസ് ധൈര്യപ്പെട്ട് കടലിൽ നടക്കാൻ തുടങ്ങി. Peter got some courage and he started walking on the water. എന്നിട്ട് ഈ തിരമാലകളുടെ ഇളക്കം എല്ലാം കണ്ട് പേടിച്ച് മുങ്ങാൻ തുടങ്ങി. He got frightened when he saw the wind and he was about to sink. കർത്താവ് അവനെ പിടിച്ചു കയറ്റി ധൈര്യപ്പെടുത്തി. Jesus took by his hand and then he told him, "Don't doubt." ഭയം, ധൈര്യം ഇതിങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ആവർത്തിച്ച് വരുന്നത് എത്ര വട്ടമുണ്ട് എന്ന് വീട്ടിൽ പോയി ഒന്ന് ചെക്ക് ചെയ്യുന്നത്. See that there's a fear and then courage. It comes multiple times in this passage. So when you go home, check that. പ്രിയപ്പെട്ടവരെ, നമ്മള് ഈ പത്രോസിനെ ഈ നിലയില് കർത്താവിനെ കുറിച്ചുള്ള ഒരു ധൈര്യം കിട്ടിയത് അവനെ പിന്നീട് സഹായിച്ച ഒരു രംഗം നമ്മൾ കാണുന്നു. We see another passage where Peter had courage about Jesus. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം നോക്ക്. Let's turn to Acts. 12-ാം അധ്യായത്തില് അതിന്റെ 6-7 വാക്യങ്ങള് നമ്മൾ നോക്കുക. Acts chapter 12 verse 6 onwards. ഞാൻ ആ സന്ദർഭം ഇങ്ങനെ പറയാം. Let me summarize that passage. പത്രോസിനെ ജയിലിൽ അടച്ചിരിക്കുക. They put Peter in the jail. പിറ്റേന്ന് പത്രോസിനെ എന്ത് ചെയ്യും? വാളാൽ കൊല്ലും. Tomorrow they will execute Peter. അപ്പോ പിറ്റേന്ന് നേരം വെളുത്താൽ തന്റെ ജീവിതം അവസാനിക്കും, ഇത് തന്റെ അവസാന രാത്രിയാണ് എന്ന ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് രാത്രി കിടന്ന ഉറക്കം വരും. So if it is the last day of his life, but if it is told to us that tomorrow is the last day, will you be able to sleep? എന്നാൽ കണ്ടോ, അതിന്റെ 6-7 വാക്യങ്ങൾ നോക്കുക. പത്രോസ് എന്താ രണ്ട് പടയാളികളുടെ മധ്യത്തിൽ കിടന്ന് പിറ്റേന്ന് തനിക്ക് ആപത്തുണ്ടാകും എന്നുള്ളത് ശരിയാണെന്ന് അറിയാമായിരുന്നിട്ടും നല്ലതുപോലെ കിടന്നുറങ്ങുക. We see in verse 6 and 7 that Peter was sleeping between those two soldiers. അപ്പോഴാണ് അർദ്ധരാത്രിക്ക് കർത്താവിന്റെ ദൂതൻ ആ ജയിലറയിൽ പ്രത്യക്ഷപ്പെട്ടത്. At the night the angel of the Lord suddenly appeared. ആ കർത്താവിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടപ്പോഴുള്ള വെളിച്ചമൊന്നും പത്രോസിനെ ഉണർത്തിയില്ല. Peter didn't see the light when the angel came. എന്നിട്ട് നമ്മൾ അവിടെ 7-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ദൂതൻ അവസാനം പത്രോസിന്റെ വിലാപ്പുറത്ത് കുറച്ചു നേരം തട്ടി ഇവനെ ഉണർത്തേണ്ടി വന്നു. We see in verse 7 that the angel struck Peter's side and woke him up. അപ്പൊ നോക്ക്, എന്തൊരു വലിയ ഉറക്കമായിരുന്നു. You will see how deep he was sleeping. പിറ്റേന്ന് തനിക്കെതിരെ ചില വിധികൾ ഉണ്ടാകും എന്നറിയാമായിരുന്നിട്ടും പത്രോസ് ആ കാരാഗ്രഹത്തിൽ തലേ രാത്രി കൂർക്കം വലിച്ചുറങ്ങിയത് എങ്ങനെ? Tomorrow he is going to be killed, and how did he sleep in the previous night? ഈ ദൂതന്റെ വെളിച്ചം ഉണ്ടായിട്ട് ഇവൻ ഉണർന്നില്ല. Even though the angel came and the light shone in the cell, he didn't wake up. ദൂതൻ അവസാനം കുറച്ചു നേരം ഇവനെ വിലാപ്പുറത്ത് തട്ടി ഉണർത്തേണ്ടി വന്നു. അത്ര ഗാഠനിദ്രയിലായിരുന്നു പത്രോസ്. The angel had to struck Peter's side and woke him up. സാധാരണ ആരും ഭയപ്പെട്ടു പോകുന്ന ഒരു രംഗം. Normally people get worried or feared about this situation. എന്നാൽ ആ രംഗത്തും ഭയരഹിതനായിട്ട് പത്രോസിന് ഉറങ്ങാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? But at that situation also Peter could sleep peacefully. Why? പ്രിയപ്പെട്ടവരെ, കർത്താവ് ഈ പടകില് തന്നെ ആ നിലയിൽ ധൈര്യപ്പെടുത്തിയ ഈ ഒരു സംഭവമായിരിക്കാം പത്രോസിന് ദൈവത്തിലുള്ള വലിയ ആശ്രയം ഈ സന്ദർഭത്തിൽ നൽകിയത്. Jesus who encouraged him at that boat, that situation would have helped him to sleep peacefully. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ചില രംഗങ്ങളിലെ കർത്താവ് നമ്മളെ ധൈര്യപ്പെടുത്തിയത് പിന്നീട് അതിനേക്കാളും
വിഷപരമായ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ഭയമില്ലാതിരിക്കാൻ നമ്മളെ സഹായിക്കും. Dear ones, in some situation, God would have encouraged us, and that will help us to have courage when the other difficult situation comes. കർത്താവിനെ നമ്മുടെ പിതാവായിട്ട് കാണുക. We should see our God as a father. ഈ വെറുതെ കളയുന്ന അഞ്ചാമത്തെ കുരുകിനെ പോലും നോക്കുന്നതാണ് നമ്മുടെ ഈ സ്വർഗീയ പിതാവെങ്കിൽ അവിടുന്ന് നമ്മളെ ശ്രദ്ധിക്കാതിരിക്കുന്നു. Our heavenly Father takes care of the fifth sparrow also. Will He not take care of us? ഈ വചനങ്ങളൊക്കെ കർത്താവ് എന്തിനാ പറഞ്ഞത്? Why did God said all these verses? ഞാൻ വിചാരിക്കുന്നു 2000 വർഷങ്ങൾക്ക് ശേഷം നമ്മളെ പോലെ ചില ആ നിലയില് പെട്ടെന്ന് പേടിച്ചു പോകുന്ന ചില വിശ്വാസികൾ വരുമെന്ന് അറിഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി പേഴ്സണലായിട്ട് പറഞ്ഞ വചനമായിട്ട് നമുക്കിത് എടുക്കാൻ കഴിയുന്നു. God knows after 2000 years there will be some people like us who is fearful about the situations. So for such people God has given this verse. നമ്മളായിരിക്കുന്ന സാഹചര്യം വിചാരപ്പെടാവുന്നതും ഭയപ്പെടാവുന്നതുമായ സാഹചര്യമായിരിക്കും. The situation which we are currently may be a difficult situation or a fearful situation. പക്ഷേ നമ്മളെ കാക്കുന്ന, നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, മറ്റ് അപകടങ്ങളിൽ നിന്ന് നമ്മളെ സുരക്ഷിതമായിട്ട് പരിപാലിക്കുന്ന ഒരു പിതാവ് നമുക്ക് വേണ്ടി ആ നിലയിലെ കാത്തിരിപ്പുണ്ട്. But there is a father who takes care of us and is waiting for us. നമ്മളെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കും. I'll tell one more thing and then conclude. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 7-ാമത്തെ വാക്യം നോക്കുക. യോഹന്നാന്റെ സുവിശേഷം John chapter 10 7-ാമത്തെ വാക്യം verse 7. അവിടെ കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്. There Jesus says like this. അവിടെ കർത്താവ് പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആടുകളുടെ വാതിൽ ഞാനാണ്. Truly, truly I say to you, I am the door of the sheep. ആടുകളുടെ ഇടയൻ ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. When he says I am the shepherd of the sheep, we'll understand that. നമ്മളെ ഇടയനെ പോലെ അവിടുന്ന് മേയിച്ച് കൊണ്ട് നടക്കുന്നു. He is like a shepherd who takes care of us. അങ്ങനെ ഇടയനെ പോലെ നമ്മളെ മേയിച്ച് നടക്കുന്നതിനെ കുറിച്ച് 10-1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുമുണ്ട്. John chapter 10 1-6 it says about the shepherd. ആടുകളെ പേർ ചൊല്ലി വിളിക്കുന്നതും അവയെ തീറ്റുന്നതും ഒക്കെ ആയ കാര്യങ്ങൾ പറയുന്നു. He calls them by name and then he takes them to feed. എന്നാൽ 7-ാമത്തെ വാക്യത്തില് കർത്താവ് പറയുക, ഞാൻ ആടുകളുടെ വാതിലാകുന്നു. In verse 7 he says I am the door of the sheep. അതെങ്ങനെ ആടുകളുടെ വാതിലാകുക എന്ന് പറഞ്ഞാൽ എന്താ? What does that mean? പ്രിയപ്പെട്ടവര്, അന്നത്തെ കാലത്ത് ഇസ്രായേൽ നാട്ടിലെ ഇടയന്മാര് ചെയ്യുന്ന ഒരു രീതി മനസ്സിലാക്കിയാലേ ഈ 7-ാമത്തെ വാക്യത്തിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കും. To understand the verse 7 we need to understand how it was there in Israel at that time. അന്ന് ഇസ്രായേലിലെ ഇടയന്മാര് തനിക്കൊരു 100 ആടുണ്ടെങ്കിൽ ആ 100 ആടിനെയും കൊണ്ട് പകലെല്ലാം കാട്ടിലൊക്കെ മേയിച്ചു കൊണ്ട് നടക്കും. If a shepherd has 100 sheep, he will take them into the forest for feeding them. അതിനുശേഷം അപ്പോഴേക്കും സന്ധ്യയാകുന്നു. When it is evening, ഇനി തിരിച്ച് നാട്ടിൽ വന്നിട്ട് പിറ്റേന്ന് ഇവിടെ വരാനുള്ള സമയമില്ല. There is no time to go back to the fold and then come back. അതുകൊണ്ട് ഇടയൻ നേരത്തെ നോക്കി വെച്ച ഒരു 100 ആടുകൾക്കെങ്കിലും കയറി കിടക്കാൻ സ്ഥലമുള്ള ഒരു ഗുഹ നേരത്തെ നോക്കി വെച്ചിട്ടുണ്ടാവും. So the shepherd will look for a cave where these 100 sheep can live. എന്നിട്ട് നേരം സന്ധ്യയാകുമ്പോ തന്റെ 100 ആടുകളെയും അദ്ദേഹം പേർ ചൊല്ലി വിളിച്ച് ഈ ഗുഹയ്ക്കകത്ത് കയറ്റി. So when it is evening, he will call all these 100 sheep and put them inside this cave. ഈ ഗുഹയ്ക്ക് പുറത്ത് കാട്ടിൽ ഈ ആടുകളെ ഉറങ്ങാൻ കിടത്തിയാൽ അത് അപകടം. If we put the sheep outside of this cave, it is dangerous. സിംഹമോ പുലിയോ വല്ലതും രാത്രിയില് ഈ 100 ആടുള്ളതിൽ ഒരു കൊച്ചാടിനെങ്കിലും പിടിച്ചോണ്ട് പോയെന്നിരിക്കും. Lion or leopard will come and catch one of the sheep. അതുകൊണ്ട് ഈ ഇടയൻ ഈ 100 ആടുകളെയും ഈ ഗുഹയ്ക്കകത്തേക്ക് കടത്തും. So the shepherd will take all these 100 sheep inside the cave. അപ്പോഴും ഒരു പ്രശ്നമുണ്ട്. Then also there's a problem. ഈ ഗുഹയ്ക്കൊരു വാതിലുണ്ടല്ലോ, ഗുഹയ്ക്കൊരു കേറി ചെല്ലുന്ന ഒരു ഇടമുണ്ടല്ലോ, അതിന് വാതിലും ഒന്നുമില്ലല്ലോ. Yeah, there is a passage to get inside the cave and doesn't have a door. ആ ഗുഹയുടെ ആ ഭാഗത്തൂടെ രാത്രിയിൽ ഒരു സിംഹമോ ഇതിന്റെ അകത്ത് കയറി ഈ 100 ആടിനെ തിന്നാൽ എന്തോ ചെയ്യും? So the lion can come inside the cave through that passage and take one of the sheep. ഇവിടെയാണ് ഞാൻ ആടുകളുടെ വാതിലാകുന്നു എന്ന വാക്കിന്റെ അർത്ഥം. This is what it means that I am the door of the sheep. ഈ 100 ആടുകളെയും ഗുഹയ്ക്കകത്ത് കടത്തിയ ശേഷം ഈ ഇടയൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? He put all the 100 sheep inside the cave and what does the shepherd does? ഈ ഗുഹയുടെ പ്രവേശന ദ്വാരത്തിൽ
അദ്ദേഹം നിലത്ത് കുറുകെ കിടക്കുക ചെയ്യും. He will sleep at the door of the cave. അതായത് ഇദ്ദേഹം കുറുകെ ഈ ഗുഹയുടെ പ്രവേശന ദ്വാരത്തിൽ കിടക്കുന്നത് കൊണ്ട് ഒരു മൃഗത്തിന് ഈ ഇടയനെ ഉണർത്താതെ അകത്തോട്ട് കയറാൻ ഒക്കുക. So since the shepherd is sleeping at the entrance of the cave, no animals can get inside without waking him up. ഒരു മൃഗത്തിന് ഗുഹയ്ക്കകത്തേക്ക് കടക്കണമെങ്കിൽ ആദ്യം ഇടയന്റെ നെഞ്ചത്ത് ചവിട്ടിയെ അകത്തോട്ട് കയറാൻ ഒക്കുക. So if an animal have to get inside the cave, then he have to step on the shepherd first. അപ്പോ ഈ മൃഗത്തിൽ നിന്നുള്ള ആക്രമണം ആദ്യം ആരാ നേരിടേണ്ടി വരുന്നത്? So who is the one who will to get the attack from the animals? ഇടയൻ. That's a shepherd. ഇടയനെ കൊന്നാലേ ഇതിന്റെ അകത്തെ ഒരു കൊച്ചാടിനെയെങ്കിലും ഈ മൃഗത്തിന് കിട്ടും. If the wild animal kills the shepherd, then only he can get at least one sheep from the flock. പ്രിയപ്പെട്ടവരെ, ഈ നിലയിലാണ് അന്ന് ഇസ്രായേൽ നാട്ടിൽ ഇടയന്മാര് ആടുകളെ രാത്രിയിൽ സംരക്ഷിച്ചു കൊണ്ടിരുന്നത്. So this is how in that time in Israel the shepherds took care of their sheep. സ്വന്തം ജീവൻ പോലും ഗൗരവമായിട്ട് എടുക്കാതെ ആടുകളുടെ വാതിലായിട്ട് ഇടയൻ കിടക്കും. The shepherd didn't take care of his life. He was at the entrance, he was sleeping at the entrance of the cave. ഈ കാര്യം അറിയാവുന്ന കർത്താവ് ഇതാ ഈ കാര്യങ്ങൾ അറിയാവുന്ന ശിഷ്യന്മാരോട് പറയുന്നു, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ഗുഹയുടെ വാതിൽ ആരാ? നിങ്ങൾ ആടുകളാണ്, നിങ്ങളുടെ വാതിൽ ആരാ? ഞാനാ വാതിൽ. So Jesus says to them that you are the sheep and I am the door of the sheep. സാത്താനെ നിങ്ങളെ ഉപദ്രവിക്കണമെങ്കിൽ ആദ്യം അവൻ എന്റെ നെഞ്ചത്ത് ചവിട്ടിയേച്ചേ നിങ്ങളുടെ അടുത്തോട്ട് വരാൻ. If Satan want to attack you, he have to first attack me. സാത്താന് ദൈവത്തെ ആ നിലയിൽ കുറുകെ കടന്ന് ഉള്ളിൽ കടക്കാൻ ഒക്കുമോ? Can Satan overcome Jesus and get inside? ഇല്ല ഇല്ല ഇല്ല. No. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരു സ്വർഗീയ പിതാവുണ്ട്. Dear ones, we have a heavenly Father. 118 സങ്കീർത്തനം അതിന്റെ 8ാമത്തെ വാക്യം നമുക്ക് വളരെ പരിചിതമായ വാക്യമാണ്. Psalms 118 verse 8 is a familiar verse for us. അതിന്റെ 8ാമത്തെ വാക്യത്തില് മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാളും യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. Psalms 118 verse 8. It is better to take refuge in the Lord than to trust in man. ബൈബിള് ഉൽപ്പത്തി മുതല് വെളിപ്പാട് വരെയുള്ള ബൈബിളിന്റെ ഏറ്റവും മധ്യത്തിലുള്ള വാക്യം എന്ന് പറയുന്നത് 118ന്റെ 8 ഞാൻ കേട്ടിട്ടുള്ളത്. Yeah, I heard that this is a central verse of the Bible from Genesis to Revelation. If you check, and then this is a central verse of the Bible. അപ്പോ ഇതിന്റെ ഈ ബൈബിളിന്റെ ഏറ്റവും കേന്ദ്രത്തിലുള്ള വാക്യം നമ്മളോട് പറയുന്നത് ഈ കാര്യങ്ങൾ നമ്മളെ ഈ നിലയില് വാതിലായിട്ട് കിടന്ന് നമ്മളെ കാക്കുന്ന ഈ കർത്താവിൽ ആശ്രയിക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. So this verse says we have to take refuge in the Lord who is lying at the entrance of this cave. പ്രിയപ്പെട്ടവരെ, അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നു, നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. He knows our അവൻ നമ്മുടെ പ്രകൃതി he knows our nature and he knows that we are dust. നമ്മൾ പൊടിയെന്ന് ഓർക്കുന്നു. അപ്പോ അങ്ങനെയുള്ള നമ്മുടെ എല്ലാ പ്രത്യേകതകളും അറിഞ്ഞ് നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ പിതാവ് തന്റെ ജീവൻ പോലും ആ നിലയിൽ നൽകാൻ തയ്യാറായി വാതിലായി കിടന്ന് നമ്മളെ കാക്കുന്നവന്. He knows us personally and he is sleeping at the entrance of the cave to take care of us. ഓ പ്രിയപ്പെട്ടവരെ, ഈ വചനങ്ങളിലേക്കൊക്കെ വരിക. Dear ones, let's come to these verses. ഈ നിലയില് ഈ ദൈവവചനം നമുക്ക് തരുന്ന ഉറപ്പുകളിൽ നമ്മൾ നിൽക്കുക. Let's stand on the confidence this verses gives us. വിചാരപ്പെടാതിരിക്കുക. Let's not be worried. തീർച്ചയായിട്ടും വിചാരം വരാവുന്ന സാഹചര്യങ്ങൾ വരും. There will be situation when we are getting worried. ഇനിയും വരും. It will come in the future also. പക്ഷേ അപ്പോഴൊക്കെ ദൈവം നമുക്ക് തരുന്ന ഉറപ്പിലേക്ക് വരിക. But at that time also we should come to that confidence which God gives us. നമുക്ക് സ്വർഗത്തിലൊരു പിതാവുണ്ട്. There's a Father in heaven. അവിടുന്ന് ഒരു വിലയും ഇല്ലാത്ത 5ാമത്തെ കുരികളിനെ പോലും സംരക്ഷിക്കുന്നവനാണ്. He takes care of the 5th sparrow who doesn't have any value. അങ്ങനെയാണെങ്കിൽ ആ സ്വർഗീയ പിതാവ് തന്റെ മക്കളായ നമ്മളെ സംരക്ഷിക്കാതിരിക്കുന്നു? If that's the case, then will he not take care of his own children? രാത്രി മുഴുവൻ തന്റെ കുഞ്ഞിന് കാവലിൽ നിന്ന ആഫ്രിക്കക്കാരൻ കറുത്തവർഗക്കാരനായ പിതാവിന്റെ കഥ നമ്മൾ പറഞ്ഞു. We said about that story of that African man who stayed for his son. ദൈവം സഹോദര സഹോദരി നിന്നെയും നിന്റെ കുടുംബത്തെയും കാക്കും. Dear ones, God will take care of your family. സൂക്ഷിക്കും. He'll protect them. പരിപാലിക്കും. He'll take care of you. നിന്റെ പ്രകൃതത്തിന്റെ പ്രത്യേകതകള് അവിടത്തേക്ക് അറിയാം. He knows your nature.
അതറിഞ്ഞിട്ടും അവിടുന്ന് നിന്നെ സ്നേഹിക്കുന്നു. After knowing that nature also, he is loving you. അതറിഞ്ഞ കർത്താവ് നിന്നോട് പറയുന്നു, ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല. He says he will not leave you as orphans. ഓ, നമ്മൾ ഈ ഭൂമിയിൽ അനാഥരല്ല. We are not the orphans in this world. അതുകൊണ്ട് ധൈര്യത്തോടെ നമുക്കായിരിക്കാം. Let's have courage. ഓ പ്രിയപ്പെട്ടവരെ, ഈ നിലയില് നമുക്കൊരു ധൈര്യമുണ്ടെങ്കിലേ ഈ ക്രിസ്തീയ സന്ദേശത്തിലേക്ക് മറ്റു പലരെയും നമുക്ക് ആകർഷിക്കാൻ ഒക്കും. If we have this confidence in the Lord, then only we can invite others to this life. അതേസമയം മറ്റു മനുഷ്യർ നോക്കുമ്പോൾ നമ്മളും കൊച്ചു കാര്യങ്ങളുടെ മുമ്പിൽ പേടിച്ചും ഭയപ്പെട്ടും ഇരിക്കുകയാണെങ്കിൽ ഈ സുവിശേഷത്തിന് അതിനെന്താ വിലയാ അവരുടെ ദൃഷ്ടിയിലുള്ളത്? If they see that we are also worried about small things, and then they won't take this gospel seriously. അതുകൊണ്ട് നിങ്ങളുടെ ഓഫീസിലാണെങ്കിലും നിങ്ങളുടെ സമൂഹത്തിലാണെങ്കിലും ദൈവത്തിൽ ആശ്രയമുള്ള വ്യത്യസ്തനായ ഒരാളായിട്ടിരിക്കും. So in your office or in your community, live like one who has trust in the Lord. പല കാര്യങ്ങളും നമുക്കും പ്രയാസമായിട്ട് വരുന്നുണ്ട്. There will be many difficult situations, പക്ഷെ നമുക്കൊരു പിതാവുണ്ട്. but we have a Father. അതാ മറ്റുള്ളവരിൽ നിന്ന് നമ്മെ വ്യത്യസ്തരാക്കുന്നത്. That is what differentiates us from other people. ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഞാൻ പുതുതായിട്ടൊന്നും പറഞ്ഞില്ല. I didn't say anything new. We all know all this. എങ്കിലും നമ്മൾ കടന്നു പോകുന്ന ഈ സാഹചര്യത്തിൽ ഈ വചനങ്ങളിലേക്ക് തന്നെ പിന്നെയും വരുന്നത് നമുക്ക് ആ നിലയിൽ നമുക്ക് ഉറപ്പ് നൽകും. But this situation which we go through, we come back to this verse that will give us faith. നമുക്ക് ദൈവത്തോട് നന്ദിയുള്ളവരായിട്ടും ദൈവത്തിന്റെ കരുതലിനെ കുറിച്ചുള്ള ബോധ്യമുള്ളവരായിട്ടും നമ്മുടെ ദൈനംദിന ജീവിതം നമുക്ക് തുടരാം. Let us be thankful and have assurance in God's protection for us. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാണ്. May God bless you with this verse.